ഇവിടെ നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം കേരളത്തിലെ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെ പറ്റി വളരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ UDF നേതൃത്വത്തിന് ജമായത്ത് ഇസ്ലാമി ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഒരു കാലത്ത് CPM-ന് ജമായത്ത് ഇസ്ലാമി ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. ജമായത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥത്തിലുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളതാണ്. മൗദൂദി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഹുക്കുമത്ത് ഇലാഹി. എന്താ ഈ ഹുക്കുമത്ത് ഇലാഹി? വി.ഡി. സതീശനെ ഒന്ന് പഠിക്കണം, പിണറായി വിജയൻ ഒന്ന് പഠിക്കണം. ഹുക്കുമത്ത് ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമമല്ലാതെ ഒന്നിനെയും അവർ വില വെക്കില്ല. ഇന്ത്യൻ ഭരണഘടന അവർക്ക് പുല്ലാണ്. ഇന്ത്യയുടെ പാർലമെന്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് പുല്ലാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ ഇതിനെയൊന്നും കണക്കാക്കുന്നവരല്ല, മാനിക്കുന്നവരല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവരെയാണ് ചുവലിൽ കയ്യും വെച്ച് മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ വെള്ളയടിച്ച് കൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് കോൺഗ്രസുകാർ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുമ്പോ CPM-കാരൻ നക്കാപ്പിച്ച വോട്ടിനു വേണ്ടി PDP-യെയും SDP-യെയും ചേർത്ത് പിടിക്കുകയാണ്. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ട്, ഈ CPM-കാരൻ, ആ CPM-കാരൻ നിലമ്പൂർ ഇലക്ഷനിൽ പ്രസിഡന്റ് പറഞ്ഞല്ലോ. ആ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ. നമ്മൾ വികസനത്തിന് വേണ്ടി പറഞ്ഞപ്പോ, വികസന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അവിടുത്തെ UDF-കാരും അതുപോലെ തന്നെ CPM-കാരും വർഗീയവാദികളുടെ വോട്ടുകൾക്ക് വേണ്ടി പരക്കം പാച്ചിലായിരുന്നു. അവിടെ വികസനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ഇപ്പോഴത്തെ രൂപമായ SDPI എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്നവരാണ്. ഇസ്ലാമിക രാജ്യമായാൽ എന്താ സംഭവിക്കുക? ഇസ്ലാമിക രാജ്യമായാൽ അവിടെ സംഗീതം ഉണ്ടാകില്ല, അവിടെ നൃത്തമുണ്ടാകില്ല, ഇല്ലേ? നമ്മൾ കണ്ടതല്ലേ താലിബ് പല ഇസ്ലാമിക രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ രാജ്യങ്ങളിൽ അവരുടെ ഫത്വയാണ് നടപ്പിലാക്കുക. വിഗ്രഹാരാധകന്മാർ ഇസ്ലാമിനെതിരാണ് എന്ന് ഫത്വ ഇറക്കും. വിഗ്രഹാരാധന പാടില്ല, ആരാധന പാടില്ല. അതിനെതിരായി പ്രവർത്തിച്ചാൽ ശരീഅത്ത് നിയമം വരും. ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ കൈവെട്ടിയതുപോലെ ആ കൈകൾ കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയത്, ആ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ കൈ വേണ്ട. വിഗ്രഹാരാധന നടത്തിയാൽ 2 കൈകളും വെട്ടും. മതത്തിനെതിരെ പറഞ്ഞാൽ ശിരച്ഛേദം ചെയ്യും. ഈ മതത്തിനെതിരായി എന്ത് പറഞ്ഞാലും ഇതായിരിക്കും അവരുടെ ഫത്വ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പറ്റില്ല. ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ് ഏറ്റവും കൂടുതൽ ജിഹാദി മുദ്രാവാക്യങ്ങൾ നമ്മൾ ഉയർന്നു കേട്ടത്. 21-ൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. നമ്മൾ പൗരത്വ ഭേദഗതി പ്രതിഷേധത്തിനെതിരായി നടത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും ഉയർന്നു കേട്ട മുദ്രാവാക്യം അതായിരുന്നില്ലേ? പക്ഷെ ഒരു കാര്യം പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 48 മണിക്കൂർ കൊണ്ട് 10,000-ലധികം ആളുകളാണ് ഈ കോഴിക്കോട് മുതലക്കുളത്തെ കൊഴകി എത്തിയത് എങ്കിൽ അന്ന് 21-ൽ ഊരിയ കത്തി ഉണ്ടല്ലോ, ആ കത്തിയും കൊണ്ട് അറബിക്കടലിന്റെ തീരത്ത് പോയി പൂഴി മണലിൽ കുത്തി ആശ തീർക്കുന്നതാണ് ആ ജിഹാദികൾക്ക് നല്ലത് എന്നോർക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സമ്മേളനം, ഈ ജാഗ്രതാ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ട്. CPM-നെയും കോൺഗ്രസിനെയും കൂടെ നിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ പോറ്റി വളർത്തുന്ന സാമുദായിക സംഘടനകളുണ്ട്. അവർ വളർത്തി വലുതാക്കിയിട്ടുള്ള മതപരമായിട്ടുള്ള സംഘടനകളുണ്ട്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് കേരളത്തിന്റെ സാമൂഹിക മനസ്സിനെ വിഷലിപ്തമാക്കുന്നത്, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളം ആഗ്രഹിക്കുന്നത്, കേരളം ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മുസ്ലിം ലീഗ് ഉയർത്തുന്ന
ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന, പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന, മുസ്ലിം മതമൂലികവാദ ഭീകരവാദ സംഘടന ഉയർത്തുന്ന ഈ വെല്ലുവിളിക്കെതിരായി സമാധാനം ആഗ്രഹിക്കുന്ന, സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന, നാളെയുടെ കേരളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2026 തെരഞ്ഞെടുപ്പിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവണം. ആ ചെറുത്തുനിൽപ്പിനുള്ള വേദി, അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഈ കോഴിക്കോടിന്റെ മണ്ണാണ്. കോഴിക്കോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ മതമൗലികവാദ സംഘടനകളുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ഈ കോഴിക്കോട്. മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി ഈ കോഴിക്കോടാണ്. മുസ്ലിം ലീഗിന്റെ കേന്ദ്രം കോഴിക്കോടാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രം കോഴിക്കോടാണ്. ഈ രാജ്യം അപകടത്തിലാകുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ആദ്യം ഉയർന്നത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ്. ഇവിടെയാണ് ഇസ്ലാം ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദ സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകൾ വലിയ മാർച്ചുകളും സമ്മേളനങ്ങളും എല്ലാം സംഘടിപ്പിച്ചത് ഈ കേരളത്തിലാണ്. ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ കേരളത്തിലാണ്. വലിയ റാലികൾ സംഘടിപ്പിച്ചത് ഈ കേരളത്തിലാണ്. വിഷം തുപ്പുന്ന ലേഖനങ്ങളുമായി 10-21 മാസികകൾ പ്രസിദ്ധീകരിക്കുന്ന ഈ കോഴിക്കോടാണ്. NDF-ന്റെ ആദ്യത്തെ റാലി ഈ മുതലക്കുളം മൈതാനിയിലാണ് നടന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ ജിഹാദി പ്രവർത്തനത്തിന്റെയും, എല്ലാ മതമൗലികവാദ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെട്ട മണ്ണാണ് ഈ കോഴിക്കോടിന്റെ മണ്ണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുപാട് ഐതിഹാസികമായിട്ടുള്ള ഏടുകൾ ഏവറക്കാനുള്ള ചരിത്ര പാരമ്പര്യം നിലനിന്ന കോഴിക്കോടിന്റെ മണ്ണിനെ ജിഹാദി ഭീകര സംഘടനകളെ ഈറ്റിലവും പോറ്റിലുമായി വളർത്തിയത് 7 പതിറ്റാണ്ട് കാലത്തെ ലീഗിന്റെ പ്രവർത്തനമാണ്, CPM-ന്റെ പ്രവർത്തനമാണ്, കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2026 ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. 7 പതിറ്റാണ്ട് കാലത്തെ നിരന്തരമായിട്ടുള്ള